ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബഷീറാണ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ജെമിനി ആപ്പിൽ വന്നിട്ടുള്ളൊരു പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ആശംസാഗാനം അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്ന എഡിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ വെട്ടിയിട്ടൊക്കെയാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് അയച്ചിരുന്നത്. അല്ലാതെ വേറെ എല്ലാവരോടൊക്കെ പറഞ്ഞൊരു ഗാനം ഉണ്ടാക്കിയിട്ടൊക്കെ അയച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജെമിനി ആപ്പിൽ നമ്മൾ പറഞ്ഞാൽ മതി നമ്മളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഫീച്ചർ ഇപ്പോൾ ജെമിനി ആപ്പിൽ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ജെമിനി ആപ്പും തുറന്ന് നോക്കാം. ജെമിനി ആപ്പിൽ തുറന്ന് നോക്കിയിട്ട് ചെയ്യണ്ട ക്രിയേറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ. അതൊന്ന് തൊടുക. അത് തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇത് തിരഞ്ഞെടുക്കണം. നമ്മൾ ഒരു മ്യൂസിക്കിൻ്റെ തീം നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ള ട്രാക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. എഴുതിയിട്ട് നമ്മളതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നല്ല രസികനൊരു പരിപാടിയാണ്. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ജനറേറ്റ് ആയിട്ട് വരാൻ കുറച്ച് താമസം പിടിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെമിനിക്ക് അതിനൊരു സമയം വേണ്ടേ. ഉണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വസുധയിൽ എൻ രാശിയായി നീ വന്നു, സ്നേഹത്തിൻ ദീപാങ്കുരം നീ തന്നു. ബഷീറിൻ ജീവനിൽ അലിഞ്ഞീരാവിൽ നമ്മളൊന്നായി സ്നേഹത്തിൻ ലോകത്തിൽ. ഉണ്ട്. ഇതുമാതിരി സിമ്പിളാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതാക്കാം. അത് നമുക്ക് ഒരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെറുതെ ഇവിടെ ട്രാക്ക് ഓൺലി ആയിട്ട് നമ്മുടെ ഈ പാട്ട് മാത്രമായിട്ട് ഇതാക്കാം. അതല്ല വെച്ചെങ്കിൽ ആൽബം മൊത്തത്തിൽ അയക്കണമെങ്കിൽ ആ ഫയലായിട്ട് അയക്കാം. ഞാനിപ്പോൾ ട്രാക്ക് മാത്രമായിട്ടാണ് എടുക്കുന്നത്. കണ്ടോ, ഡൗൺലോഡിങ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഓപ്പൺ ആക്കിയിട്ട് വെച്ചെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് ഷെയർ ഫയൽ കൊടുത്തിട്ട് നമുക്ക് എവിടേക്ക് വേണ്ടി വെച്ചെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഷെയർ ചെയ്യാൻ പോവാണ്. ഒരു ഷെയർ ചെയ്തു. അപ്പോൾ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടതൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രമിച്ചു നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളുടെ യൂട്യൂബിലും ഉണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഉണ്ട്. നമ്മളുടെ വീഡിയോ ഉണ്ടാവും. ഏതിലൊക്കെ കാണുന്നത് വെച്ചെങ്കിൽ അതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.